നമസ്കാരം. നിലപാടിലേക്ക് സ്വാഗതം. നിലപാടിൽ ഇന്ന് അതിഥിയായിത്തിരിക്കുന്നത് നിലമ്പൂർ മുൻ MLA PV അൻവറാണ്. നമസ്കാരം. ഇടതുമുന്നണി വിട്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നുവരെ ഉയർത്തിക്കൊണ്ടുവരാത്ത ഒരു പുതിയ മുദ്രാവാക്യം, അതായത് മലയോരത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം, വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താങ്കൾ പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായി ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് TMCയുടെ വക്താവായി ചുമതലയേൽക്കുന്നു. എന്താണ് ഇങ്ങനെയൊരു വിഷയം, മലയോരത്തെ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വന്യജീവി ആക്രമണം മുഖ്യ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി പ്രത്യേക അജണ്ടയുമായി മുന്നോട്ട് വരാനുള്ള കാരണം? ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് താങ്കളുടെ യഥാർത്ഥ അജണ്ട? അജണ്ട പ്രത്യേകിച്ച് ഒരു അജണ്ടയില്ല. ഇന്നിപ്പോൾ ഈ മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ അവരുടെ ജീവിതം ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അനവധിയായ വിഷയങ്ങളാണ്. കാർഷിക മേഖലക്കുണ്ടായ പൊതുവായ തകർച്ച, ആ തകർച്ചയിൽ പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുന്ന പാവപ്പെട്ട മലയോര കർഷകർക്ക് നേരെയുള്ള വന്യജീവി ആക്രമണം, ഇടുക്കിയെ പോലെയുള്ള ഒരു ജില്ലയിലെ നിയമക്കുരുക്കുകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ, മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, അവരുടെ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യ അധിഷ്ഠിതമായിട്ട് നിയമങ്ങളിൽ വരുത്തുന്ന ഭേദഗതി, സ്വന്തം ഭൂമി പോലും നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി സ്വന്തമായി ഉപയോഗിച്ച് വരുന്ന കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന ഭൂമി, താമസിക്കുന്ന വീടുകൾ, ചെറിയ കച്ചവടങ്ങൾ നടത്താൻ ഉപയോഗപ്പെടുത്തുന്ന പഴയ കെട്ടിടങ്ങൾ, ഇതിനൊന്നും ഒരു നിയമ സാധുതയും ഇല്ല എന്ന് പറയുന്ന രീതിയിലുള്ള പുതിയ നിയമ ഭേദഗതികൾ, നിലവിൽ അടച്ചുകൊണ്ടിരുന്ന നീതി പോലും എടുക്കാത്ത അവസ്ഥ, ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ, നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നികുതി അടക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെ അതിസങ്കീർണമായ വിഷയങ്ങൾ, ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ ഈ വിഷയങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യരാണ് ഇടുക്കി. അവിടെയാണ് ഫോറസ്റ്റിന്റെ ഗുണ്ടായിസം. പേരിന് കുറച്ച് ചന്ദന മരങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ ആര് മരം മുറിച്ചാലും, ഏത് കൊള്ളക്കാരും മരം മുറിച്ചാലും അത് സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ നിർബന്ധിക്കുകയും, അത് കൊടുത്തില്ലെങ്കിൽ മാരകമായിട്ട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിഭീകരമായ ഒരു അവസ്ഥ ഇടുക്കിയിൽ അതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവിടുത്തെ കർഷക സംഘടനകൾ ഒന്ന് വരണം, ഈ വിഷയങ്ങളിൽ ഒന്ന് ഇടപെടണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന നിലക്കുള്ള ഒരു വരവാണ് ഇടുക്കിയിലേക്ക്. ഇടതുമുന്നണി വിട്ട് MLA സ്ഥാനമൊക്കെ രാജിവെച്ചു, TMC ആയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. TMC ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതേസമയം കേരളത്തിൽ താങ്കൾ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതാണ്: കോൺഗ്രസ് എന്ന് പറയുന്ന ആ ദേശീയ പാർട്ടി, അതിൻ്റെ ദേശീയ വക്താക്കളിൽ പലരും, പ്രത്യേകിച്ച് ജയറാം രമേശിനെ പോലെയുള്ള ആളുകൾ ഈ വന്യജീവി സംരക്ഷണ നിയമം, നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ആ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ജയറാം രമേശിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പലവട്ടം അദ്ദേഹം പാർലമെൻറ്റിന് പുറത്തും അദ്ദേഹം ഈ വന്യജീവി സംരക്ഷണം അതേപടി നിലനിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവാണ്. അത് ചെറിയൊരാളൊന്നുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹരിത MLA എന്നറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അടുത്തൊരു ഭരണം കിട്ടുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവുമെന്നും അറിയാൻ കഴിയില്ല. എങ്കിൽ പോലും കേരളത്തിലെ മലയോര നിവാസികൾക്ക് ഒരാശങ്കയുണ്ട്. കോൺഗ്രസിനൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ VD സതീശനെ പോലുള്ള ഹരിത MLA-മാരുള്ള ഒരു പാർട്ടിയുമായി TMC കൂട്ടുകൂടിയാൽ ഈ വന്യജീവി സംരക്ഷണ നിയമം, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ പോരായ്മകൾ തിരുത്തണമെന്നും അത് ഭേദഗതി ചെയ്യണമെന്നൊക്കെയാണല്ലോ താങ്കളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ മലയോരത്തെ ആളുകളുടെ ആശങ്ക. അങ്ങനെ ഒരു ആശങ്ക പരിഹരിക്കുവാൻ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുമായി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയാൽ TMCക്ക്
TMC ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ എങ്ങനെ സാധിക്കും? ആ ചോദ്യത്തിന് അങ്ങ് വ്യക്തതയോടുകൂടി മറുപടി പറയണമെന്നാണ് എൻ്റെ അപേക്ഷ. അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ 15-10 വർഷത്തിലധികമായി കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഭരണത്തിന്റെ നിയമനിർമ്മാണത്തിൽ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള ഒരു നിയമം ഒന്നിനും പ്രാവർത്തികമാകില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് 10-30 സംസ്ഥാനങ്ങൾ, ഏകദേശം അത്രത്തോളം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായ ജനങ്ങൾ, വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ ഭൂമിശാസ്ത്രം. ഇവിടത്തേക്ക് ഇന്ത്യക്കൊട്ടാകെ ഒരു വനനിയമമാണ്, ഇന്ത്യക്കൊട്ടാകെ ഒരു വന്യജീവി സംരക്ഷണ നിയമമാണുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ പ്രാകൃതികമായിട്ടുള്ള വിഷയങ്ങളും അവിടുത്തെ ജനസാന്ദ്രതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം നിയമത്തിലെ അമെൻമെന്റുകൾ വരുത്തുമ്പോഴും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും പഴയ നിയമങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ ഈ വിഷയങ്ങളൊക്കെ കാലോചിതമായി പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇവിടെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് UDF സ്വീകരിക്കും എന്നാണ് UDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവും UDFന്റെ ലീഡർഷിപ്പും ഒക്കെ ഇപ്പോ ഈ വന്യജീവി 2024 അവരെ അമെൻമെന്റ് കൊണ്ടുവരാൻ പോയ വനം വകുപ്പിന്റെ ഭേദഗതികൾ, ആ ഭേദഗതിക്കെതിരെ ശക്തമായ സമരങ്ങൾ ഉയർന്നു. ഒരു ഘട്ടത്തിൽ എന്റെ MLA-ഷിപ്പ് വരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സർക്കാരിനെ അലർട്ട് ചെയ്യുന്നു, പ്രതിപക്ഷത്തിന് ഓർമ്മപ്പെടുത്തുന്നതിന് എനിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് സർക്കാരിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ വിഷയത്തിൽ ഗൗരവത്തോട് കൂടിയിട്ടാണ് UDF ആ വിഷയത്തെ കണ്ടത്. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ മറയൂരിൽ ഈ യോഗം നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF വന്യജീവി വകുപ്പിന്റെ വിഷയങ്ങള്, സർക്കാരിന്റെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെടലുകൾക്കെതിരെ വലിയ സമരം ഇടുക്കിയിലൂടെ കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും UDF ഒന്ന് അലർട്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയങ്ങള് 972 വന്യജീവി നിയമത്തിൽ ഭേദഗതി വരണം, വന നിയമത്തിൽ ഭേദഗതി വരണം. ഇതിന് തൃണമൂൽ കോൺഗ്രസുമായി ആദ്യം തന്നെ ബന്ധപ്പെട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പാർട്ടിയുമായുള്ള ചിന്ത നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പശ്ചിമ ബംഗാളിൽ കൽക്കട്ടയിൽ പോയി ദീദി മമതാ ബാനർജിയെ നേരിട്ട് കാണുകയും കാര്യങ്ങൾ പറയുകയും പാർലമെന്റിൽ ഇന്ന് അവർക്ക് 40 MP-മാരുണ്ട്, 28 ലോക്സഭാ MP-മാരും 12 രാജ്യസഭാ MP-മാരും ഉള്ള ഒരു വലിയ പാർട്ടിയാണ്. മാത്രമല്ല അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണ്. അപ്പൊ ഇന്ത്യ മുന്നണി തന്നെ ഈ വിഷയം രാജ്യത്തിന്റെ പാർലമെന്റിൽ ടേക്കപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സീരിയസ് ആയിട്ട് അവർ ടേക്കപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്, ഇതിന്റെ പാർട്ടി തയ്യാറാണ്. ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്റ് MP-മാര് ഈ വിഷയങ്ങൾ പഠിക്കാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്. മമതാ ബാനർജി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും അതിന് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക, കേരളത്തിൽ മാത്രമല്ല ഈ പശ്ചിമഘട്ടത്തിലെ ഈ പറയുന്ന കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെയുള്ള മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചുകൊണ്ട് ഏകദേശം 13 സ്റ്റേറ്റ് അനിമൽ അറ്റാക്ക് നേരിടുന്നുണ്ട്. ഈ വിഷയം ഗൗരവമായി പാർലമെന്റിൽ എത്തിക്കാൻ TMC നേതൃത്വം നൽകുമെന്നാണ് പറഞ്ഞത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരാനും ഈ മലയോര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമായ അമെൻമെന്റുകൾ നിയമത്തിൽ കൊണ്ടുവരാനും പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി കാണിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയും ലീഡർഷിപ്പുമാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. ആ ഒരു അർത്ഥത്തിലാണ് അവരുമായി യോജിച്ച് പോകാൻ തീരുമാനിച്ചത്. കേരളത്തിലെ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം ഒന്നായി പെരുകിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിൻ്റെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം വന്യജീവികൾ ഇറങ്ങി മനുഷ്യരെ കൊല്ലുകയുണ്ടായി. അപ്പോൾ ഈ ജനരോഷം ഉണ്ടാകുമ്പോൾ കേന്ദ്രം കേരളത്തെ കുറ്റം പറയും. കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത് യഥാർത്ഥത്തിൽ
നടപടി സ്വീകരിക്കേണ്ടത് എന്ന് കേന്ദ്രം പറയുന്നു. അതേസമയം കേന്ദ്രത്തെ പഴിചാരുന്നു. കേന്ദ്രം ഈ വന്യജീവി നിയമം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ വന്യജീവികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന വാദമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ വന്യജീവികൾ മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാൻ അത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്ന അതിൽ നിന്നും രക്ഷിക്കുവാൻ കേരളം സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടി ശരിയാണോ, ശരിയായ വിധം നടക്കുന്നുണ്ടോ? അതേസമയം സംസ്ഥാനത്തെ മാത്രം കുറ്റം പറഞ്ഞ് പോകുന്ന കേന്ദ്ര നിലപാട് യുക്തിഭദ്രമാണോ? താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അതിന്റെ ചെറിയ വിഷയം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. 1972 വരെ ഇന്ത്യയിൽ മൃഗങ്ങളെ വേട്ടയാടാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 72 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഏകദേശം 55 വർഷം പൂർത്തിയാകുക. സ്വാഭാവികമായും ഈ 55 വർഷം കൊണ്ട് പെരുകിയ മൃഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, അതുപോലെ തന്നെ കാടിലുള്ള ആവാസ വ്യവസ്ഥ, അവർക്ക് തിന്നാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. സ്വാഭാവികമായും ഭക്ഷണവും വെള്ളവും തേടിയിട്ടാണ് ഈ മൃഗങ്ങൾ, ഈ എണ്ണപ്പെരുപ്പത്തിലുള്ള മൃഗം മനുഷ്യവാസ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത്. ഇതിലൊരു പ്രധാന വിഷയം, ലോകത്തെ ഡെവലപ്ഡ് കൺട്രീസായ അമേരിക്കയായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റുള്ള കാനഡയായാലും ഓസ്ട്രേലിയ ആയാലും ഒക്കെ, അവിടെയൊക്കെ ഈ വന്യമൃഗ സംരക്ഷണ നിയമങ്ങളുണ്ട്. പക്ഷേ എവരി 2 years ഇവരിത് അസസ് ചെയ്തുകൊണ്ട് ആ മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതിൽ അധികമുള്ള എണ്ണത്തിൽ പെരുപ്പം വരുന്നവരെ കൊന്നു കളയാൻ അവിടെ നിയമങ്ങളുണ്ട്. ഞാൻ ഈ വിഷയം ഈ 2024 ഫെബ്രുവരിയിൽ ഒരു MLA എന്ന നിലക്ക് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി SLP ഞാൻ ഫയൽ ചെയ്തു. ഏകദേശം 3 തവണ കോടതി അത് കേട്ടതിന് ശേഷം ഈ ഒക്ടോബർ ലാസ്റ്റിൽ ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിയില്ല. സുപ്രീം കോടതി അതിൽ പറഞ്ഞിരിക്കും, അതിൽ നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ വിസ്തരിക്കുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ ലോകരാജ്യങ്ങളെ ഡെവലപ്ഡ് കൺട്രീസ് എങ്ങനെയാണ് ഈ അനിമലിന്റെ ഈ ബർത്ത് കൺട്രോൾ ചെയ്യുന്നത്, അനിമൽ അറ്റാക്ക് ഉണ്ടായാൽ എന്താണ് ചെയ്യുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ടുണ്ടായ നമ്മുടെ ജീവനഷ്ടവും ധനനഷ്ടവും കൃഷിനഷ്ടവും ആ പറയുന്ന റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി അവസാനമായി പറഞ്ഞത് ഇതിന്റെ മുകളിൽ തീരുമാനമെടുക്കാൻ 1972 അമെന്റ്മെന്റ്, ഇത് പാർലമെന്റാണ് ചെയ്യേണ്ടത്, കോടതിക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പ്രയാസമുണ്ട്. പക്ഷേ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്രീവിയൻസ് വളരെ കൂടുതലാണ്. വലിയ മരണങ്ങളാണ്, എണ്ണത്തിലുള്ള മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. കാർഷിക നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് സംസ്ഥാന വനനിയമം സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് ഈ റിട്ട് ഞാൻ ഡിസ്മിസ് ചെയ്യുന്നില്ല. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പെർമിഷനോട് കൂടിയിട്ട് ആ റിട്ട് നമുക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്തത്. അപ്പൊ അത് ഹൈക്കോടതിയിലൂടെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ 972 നിയമങ്ങളിൽ മാറ്റപ്പെടേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ വലിയ പരിശ്രമം നടത്തേണ്ടത്. പക്ഷേ 972 ഈ നിയമം സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ നിയമ വിദഗ്ധർ എഴുതി വെച്ചിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആ പറയുന്നത് 11(1)A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം വന്യജീവികളിൽപ്പെട്ട ഏതെങ്കിലും ജീവികൾ മനുഷ്യരെ ആക്രമിക്കുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് വാർഡന് അതിന് അധികാരം കൊടുക്കുന്നുണ്ട്. ആ അധികാരം നിർഭാഗ്യവശാൽ കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഏറ്റവും അവസാനത്തെ പുൽപ്പള്ളിയിലെ കടുവ ആക്രമണം, രാധയുടെ മരണം ഒരാഴ്ച മുമ്പിൽ ആലോചിച്ചാൽ മതി. എങ്ങനെ മന്ത്രി വെടിവെക്കാൻ ഓർഡർ കൊടുക്കുന്ന വൈൽഡ് ലൈഫ് വാർഡന്? ആ നിയമം അനുശാസിക്കുന്നത് കൊണ്ടാണല്ലോ. ആ നിയമത്തെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ സർക്കാരിന് ത്രാണിയില്ല, മന്ത്രിക്ക് ത്രാണിയില്ല, മുഖ്യമന്ത്രിക്ക് ത്രാണിയില്ല, ഗവൺമെന്റിന് ത്രാണിയില്ല. ഈ നിയമം കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ജനുവരിയിൽ തന്നെ 7ഓളം ആളുകളെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട്. ആ 7 ആനയും വെടിവെച്ച് കൊല്ലാൻ ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. പുലി പിടിച്ച ആ പുലിയെ വെടിവെച്ച് കൊല്ലാൻ നിയമം അനുവാദം നൽകുന്നുണ്ട്. ആ 11(1)A ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കേരളത്തിലെ ഉദ്ദേശം എന്താണ്? പശ്ചിമഘട്ടത്തിലെ വനവ്യാപ്തി വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് അവിടെ എൻക്രോച്ച്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആരാ ഇവിടുത്തെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ്? അതിക്രമിച്ച് കിടക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. EFL ഇവിടെ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? ഈ പാവപ്പെട്ട കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാനല്ലേ?
എത്ര ലക്ഷം ഏക്കർ ഭൂമി അവർ പിടിച്ചെടുത്തു? ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ല. അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. ലോകത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു റോള് വഹിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. അപ്പൊ കാർബൺ മറികടക്കണമെങ്കിൽ ഓക്സിജൻ പ്രൊഡക്ഷൻ വേണം. ആ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഇനിയും മരങ്ങൾ ഉണ്ടാവണം, ജനവാസം ഒഴിവാകണം. ആ വലിയ ഒരു ഇന്റർനാഷണൽ ലോബിയുടെ താല്പര്യത്തിന് വിധേയമായി വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സായി അതിനെ ഇവർ വളഞ്ഞ വഴിയിൽ ഉപയോഗിക്കുന്നു കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര്. അപ്പൊ എന്ത് വേണം? നിയമപരമായിട്ട് നിങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഇവിടെ പെറ്റുപെരുകി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതി ഈ മലയോര മേഖലയിൽ മുഴുവൻ സംജാതമായി കഴിഞ്ഞു. അങ്ങോട്ട് ഇറങ്ങിയാൽ ആന, ഇങ്ങോട്ട് ഇറങ്ങിയാൽ പുലി, അങ്ങോട്ട് ഇറങ്ങിയാൽ കാട്ടി, ഇങ്ങോട്ട് ഇറങ്ങിയാൽ പന്നി. 10 സെന്റുകാരനും 10 ഏക്കറക്കാരനും ഒരു താരി ഭൂമി കൃഷി ചെയ്ത് ഒരു കപ്പ കൃഷി പോലും ചെയ്യാൻ കഴിയാത്ത വിധം മനുഷ്യനെ ബന്ധവസ്ഥരാക്കുകയാണ്. അതാ പറയുക, ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിൽ എന്താ പറയാ ഭരണകൂട ഭീകരതയും ഈ പശ്ചിമഘട്ടത്തിന്റെ മലബാരത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ്, നിങ്ങൾ ചോദിച്ച ചോദ്യം, കൈയൊഴിയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ പഠിക്കുന്നില്ല. മന്ത്രി പാട്ട് പാടാൻ നടക്കുകയാണ് മനുഷ്യനെ പുലി കടിച്ചു കൊല്ലുമ്പോൾ. ആ സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയ 11(1)(a) അധികാരം ഉപയോഗിക്കാതെ എല്ലാം കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് തടി തപ്പുന്ന ഇടപാടാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളും മലയോര കർഷകരും തിരിച്ചറിഞ്ഞു അതിശക്തമായ സമരത്തിന് കേരളം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം കേരളത്തിലെ പരിപൂർണമായും സ്തംഭിപ്പിക്കുന്ന ജനകീയ സമരങ്ങൾ മാത്രമേ ഈ ഉദ്യോഗസ്ഥരുടെ ഈ തോന്നിവാസത്തിനും ഈ ഗുണ്ടായുസത്തിനും എതിരെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. മറ്റൊരു കാര്യം ചോദിച്ചറിയാനുള്ളത്, ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളുണ്ട്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര കരാറുകളെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് കാർബൺ ഉദ്ഗമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഓരോരോ രാജ്യങ്ങൾ സ്വീകരിച്ചു വരികയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ചില സന്നദ്ധ സംഘടനകൾ, ചില NGO-കളാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളത് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണമല്ല, മറിച്ച് അവർ പണസമ്പാദനമാണ് മുഖ്യ വിഷയമായി ഈ വിഷയത്തിന് ഒളിപ്പിച്ച് കടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മുടെ കാർബൺ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലോബി പരിസ്ഥിതി സംഘടനകളുടെയോ അല്ലെങ്കിൽ ചില ആളുകളുടെയോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ നേതൃത്വത്തിൽ ഒരു ലോബി നടക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞില്ല, കേരളത്തിൽ മാത്രമല്ല, ആ ലോബി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലാണ്. ആ ലോബിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന കേരളത്തിലെ IFS ഉദ്യോഗസ്ഥന്മാരാണ്. വലിയ രീതിയിൽ ഈ പണം, ഈ പറയുന്ന പശ്ചിമഘട്ടത്തെ വനവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ബാക്ക്ഡോറിലൂടെ വരുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? അല്ലാതെ എന്ത് താല്പര്യമാണ് അവർക്ക്? ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന പരിശോധിച്ചാൽ മതി. ഇപ്പോഴല്ല, 20 കൊല്ലം മുമ്പ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ 2024 എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇന്നിപ്പോ UK-യിലും അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിലെ പ്രദേശത്തെ കുട്ടികൾ പോലും വീട് വിറ്റിട്ടും ലോൺ എടുത്ത് പോയി പഠിക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് 20,000 15,000 ശമ്പളം ഉണ്ടായിരുന്ന IFS ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ ആ കാലത്ത് ഈ പറയുന്ന വിദേശത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. ആ പണം ആരാ അവരെ പഠിപ്പിച്ചത്? ആരാ അവർക്ക് പണം എത്തിച്ചു കൊടുത്തിരുന്നത്? അപ്പൊ ഇതൊരു വലിയ ലോബിങ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊരു വസ്തുത തന്നെയാണ്. ഇതൊന്നും അറിയാത്ത ഈ പാവപ്പെട്ട കർഷകര് വഞ്ചിക്കപ്പെട്ടുകൊണ്ട് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ഒരു സമരമാണ്. ഇന്ന് UDF ഇതിനെ കുറിച്ച് കണ്ണു തുറക്കുന്നുണ്ട്. അത് വസ്തുതാപരമാണെങ്കിൽ ഈ സമരത്തിന് മുന്നിൽ UDF കടന്നു വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, ഒരു വശത്ത് വന്യജീവികളുടെ ആക്രമണം പെരുകുന്നു. വന്യജീവികളുടെ ആക്രമണം മൂലം ആളുകൾ മരിച്ചു വീഴുന്നത് കൂടുന്നു, കൃഷിനാശം അതിനൊപ്പം തന്നെ വർദ്ധിക്കുന്നു. മറുവശത്ത് സംസ്ഥാന വനം വകുപ്പ് കർഷകരുടെ ഭൂമി അടക്കം പിടിച്ചെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിക്കുന്നു. ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വനവൽക്കരണം നടത്തി വരികയാണ്.
ഇപ്പോൾ താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ള ഇടുക്കി പോലുള്ള ഒരു പ്രദേശത്ത് ജനവാസം ഇത്രമാത്രം സാന്ദ്രമാകുന്നത്, അല്ലെങ്കിൽ ജനസംഖ്യ ഇത്രമാത്രം വർദ്ധിച്ചു വരുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ മറ്റു ജില്ലകളിൽ നിന്ന്, ഇടുക്കിയിലേക്ക് കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ആളുകളെ സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുടിയിരുത്തിക്കും. പട്ടം താണുപിള്ളയുടെ കാലത്തും അതുപോലൊപ്പം തന്നെ പല സർക്കാരിൻ്റെ കാലത്തും ഇങ്ങോട്ടേക്ക് ആളുകളെ ആകർഷിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഭൂമി പതിച്ചു കൊടുത്ത് അവിടെ ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം കർഷകരെ കുടിയിരുത്തുകയും, നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ പല പരിസ്ഥിതി പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റ് ലോ റേഞ്ചിലുള്ള ആളുകൾ പറയുന്നത് ഇവിടുത്തെ ആളുകളെല്ലാം കയ്യേറ്റക്കാരാണ്. യഥാർത്ഥത്തിൽ ഈ കർഷകരെയെല്ലാം ഗവൺമെൻറ് തന്നെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനും കേരളത്തെ തീറ്റിപ്പോറ്റുന്നതിനും കൊണ്ടുവന്നാക്കി ഭൂമി പതിച്ചു കൊടുത്ത ആളുകൾ ആണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടും അവരുടെ ഈ ഭൂമിയിലെ മലയോരത്തെ ഭൂമിയിലെ നിലനിൽപ്പിനു വേണ്ടിയും സമരം നടത്തിയവരാണ് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ, KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ, AKGയുടെ നേതൃത്വത്തിലൊക്കെ സമരം നടന്ന ഐതിഹാസിക സമരം എന്നാണ് വിശേഷിപ്പിക്കുന്ന. അമരാവതിയിലും ചുരുളിയിലും പീരിത്തോട്ടിലുമെല്ലാം ഇത്തരത്തിൽ സമരം നടക്കുകയുണ്ടായി. അത്തരം സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ മലയോര മേഖലയിലെ കർഷകർക്ക് ഇവിടെ പിടിച്ചു നിൽപ്പുണ്ടായത്. അങ്ങനെ ഒരു പിടിച്ചു നിൽപ്പുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടത് സർക്കാരിൻ്റെ പിൻഗാമികൾ, അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പിൻഗാമികളായ ആളുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അങ്ങനെ കേരളം ഒരു ഇടതു സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരിക്കുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ട് തന്നെ ഈ മനുഷ്യരെ ആരെ കുടിയേറ്റത്തിന് നേതൃത്വം കൊടുത്തോ അവരെ കൊണ്ട് തന്നെ കുടിയിറക്കലിന് നേതൃത്വം കൊടുക്കുന്നതായ ഒരു ചിന്ത ഈ മലയോരവാസികൾക്കുണ്ട്. താങ്കൾ എത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുന്നു? മാത്രമല്ല, അങ്ങനെയൊരു ആശയത്തിലേക്ക് ഈ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? താങ്കൾ വർഷങ്ങളോളം ഈ ഇടതു മുന്നണിക്കൊപ്പം നിന്ന ആളാണല്ലോ. എന്തായിരിക്കും അങ്ങനെ ഇപ്പോഴത്തെ ഈ ആധുനിക കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം എന്തായിരിക്കും? അത് വലിയ വലിയ ഒരു ഗൂഢാലോചന. നമ്മളത് പഠിക്കേണ്ടതല്ല, എനിക്കത് പഠിക്കാനൊന്നുമില്ല, നമുക്കത് മനസ്സിലാക്കിയേ കാണും. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഈ പറയുന്ന വലിയ ഇന്റർനാഷണൽ ലോബികൾ, ഇന്റർനാഷണൽ ബിസിനസ്സുകാർ. ഇപ്പൊ എന്താ ഇടുക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചെറുകിടക്കാരായിട്ടുള്ള ടൂറിസം മേഖലയിലെ ബിസിനസ്സുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ 2 മുറി വരുന്ന ഗസ്റ്റുകൾക്ക് ഹോം സ്റ്റേ പോലെ കൊടുത്ത് ജീവിതം തട്ടി നീക്കിക്കൊണ്ടുപോകുന്ന മനുഷ്യരെയാണ് ഇത് ബാധിക്കുന്നത്. തൊട്ടടുത്ത മാർക്കറ്റിൽ പോയി അച്ചാറും മാങ്ങയും വാങ്ങി വന്ന് ഉപ്പിലിട്ട് ഈ ടൂറിസ്റ്റുകൾക്ക് വഴിയരികിൽ വെച്ച് ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് ഇടുക്കിയിൽ ഇത് ബാധിക്കുന്നത്. ഇതൊക്കെ ബാധിക്കുമ്പോൾ ഇതൊന്നും കാണാതെ ഒരു ഗവൺമെന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ ഈ പറയുന്ന ഈ അനിമൽ പ്രൊട്ടക്ഷൻ ബോർഡിനും അതുപോലെ തന്നെ പരിസ്ഥിതി ബോർഡിനും ഒക്കെ വലിയ റോളുകൾ ഉണ്ടെങ്കിൽ അതൊന്നും മനുഷ്യർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ ബോർഡുകൾ എപ്പോഴെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുമെന്നത് മാത്രമാണ്. അപ്പൊ ഈ പറയുന്ന ഇന്റർനാഷണൽ ലോബികളുടെ ഇടപെടലുകൾ, ദേശീയ ലോബി കോർപ്പറേറ്റുകളുടെ ഇടപെടലുകൾ എല്ലാം ഇതിന് പിന്നിലുണ്ടാകും. ഈ ഗവൺമെന്റ് ഞാൻ ഏത് ഘട്ടത്തിലാണ് ഈ ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ച് പുറത്തേണ്ടി വരുന്നത്? എല്ലാ മേഖലയിലും അഴിമതിയാണ്, എല്ലാ മേഖലയും സ്വജനപക്ഷപാതമാണ്. പക്ഷെ പുറത്തുനിന്ന് പെട്ടെന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയാത്ത വരുന്ന ഒരു ഘട്ടത്തിൽ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത ഒരുപാട് IFS ഓഫീസർമാരുണ്ട്. ഇവരാരും ഇപ്പോഴും കേരളം വിട്ടുപോയിട്ടില്ല. എന്താ വിട്ടുപോകാത്തത്? ഈ ഗവൺമെന്റിനെയും ഈ ലോബികളെയും ചുറ്റിപ്പറ്റി ഈ ഗവൺമെന്റിന്റെ ഇപ്പൊ നിലവിലുള്ള IFSകാരെ സ്വാധീനിക്കാനും അവരുമായി നെഗോഷിയേഷൻ നടത്താനും അവരുടെ താല്പര്യങ്ങൾ, ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുമാണ് ഈ IFSകാർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കൂടുന്നത്. അപ്പൊ അവരുടെ ഒക്കെ സ്വാധീനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. ആ സ്വാധീനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ പറയുന്ന മനുഷ്യർ ഇത്രയും വലിയ വിഷയങ്ങൾ നേരിടുമ്പോഴും അതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യർക്ക് നേർവിപരീതമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വനം വകുപ്പിന്റെ ഓഫീസിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയല്ലേ. മലയോരവാസികളുടെ സ്വാതന്ത്ര്യം, വന്യജീവികളിൽ നിന്നും മനുഷ്യനെ ആക്രമണങ്ങളിൽ നിന്ന് തടയുക, അല്ലെങ്കിൽ മനുഷ്യരെ രക്ഷിക്കുക, കർഷകരുടെ ഭൂമി അവർക്ക് സമ്പൂർണ്ണ അവകാശം നൽകുക എന്നൊക്കെയാണല്ലോ താങ്കളുടെ പാർട്ടിയുടെ മുദ്രാവാക്യം. അങ്ങനെയെങ്കിൽ ഈ മലയോരവാസികളോട് ഈ
താങ്കളുടെ നിലപാട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? TMCക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ എനിക്ക് മലയോരത്തെ വിഷയത്തിൽ മനുഷ്യരോട് പറയാനുള്ളൂ. ഞാനൊരു മലയോരത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പറയുന്ന നിലമ്പൂരിന്റെ താഴ്വരകളിലാണ് ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ നേരിട്ടറിയുന്ന ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കർഷകനായിട്ട് തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ വിഷയങ്ങളുടെ എന്താ പറയാ, അതിൽ ഭരണകക്ഷിയുടെ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ മലയോര കർഷകരോട് ഒരു വാക്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ഞാൻ ഏറ്റെടുത്തത്. എൻ്റെ MLA-ഷിപ്പ് രാജിവെക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നത് ഈ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ്. ഇന്നും നമ്മൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആത്യന്തികമായി സംസ്ഥാന ഗവൺമെന്റിന് പരിഹരിക്കാൻ കഴിയുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ മലയോര മേഖലയിലുണ്ട്. പക്ഷെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ കർഷകരെ പറഞ്ഞു പറ്റിച്ചു എന്നതിനപ്പുറം ആത്മാർത്ഥമായ ഒരു നിലപാട് കർഷകർക്ക് വേണ്ടി നിലപാടെടുക്കായ്മയാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് കർഷകരുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ ഒരൊറ്റ വർഷത്തെ എന്താ പറയാ പിന്തുണയാണ് ഈ ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു വർഷം 2026 തെരഞ്ഞെടുപ്പ് വരെ, ആ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, അത് നമ്മൾ കൃത്യമായ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മലയോര ജനതയുടെ വിഷയങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിലുള്ള കൃത്യമായ പ്രപ്പോസലുകളും പ്രൊജക്ടുകളും ഉണ്ടാക്കി നിയമപരമായിട്ട് നമ്മൾക്ക് കിട്ടിയിരുന്ന മുഴുവൻ അവകാശങ്ങളും തിരിച്ചു നൽകാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധ ശക്തിയായി TMCക്ക് മാറാൻ കഴിയും. അതിന് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. നിങ്ങളോടൊപ്പം ജീവനുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികൾ പരിഹരിക്കത്തക്ക രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ മേഖലയിലെ കർഷക ജനത രാഷ്ട്രീയം മറന്ന്, ഞാൻ ആകെ ചോദിക്കുന്ന ഈ പോരാട്ടത്തിന് ഈ പറയുന്ന 2026 മെയ് വരെയുള്ള ആ തെരഞ്ഞെടുപ്പ് കാലം ഒരൊറ്റ തവണ നിങ്ങൾ പിന്തുണ നൽകിയാൽ ഇതിലെ വലിയൊരു ശതമാനം പ്രശ്നങ്ങൾ നാളെ ഈ നാട് ഭരിക്കുന്നവർക്ക് കർഷകരോട് ഉത്തരവാദിത്തമുണ്ട്. കർഷകർക്ക് നൽകുന്ന വാക്കുകൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. അത് പാലിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിർബന്ധിത സാഹചര്യം കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിന് നിങ്ങൾ സഹായിക്കണം എന്നാണ് സ്നേഹപൂർവ്വം ഈ ഒരു അവസരത്തിൽ മലയോര മേഖലയിൽ ജനങ്ങളോട് പറയാനുള്ളത്. നിലമ്പൂർ മുൻ MLA PV അൻവറാണ് നിലപാടിൽ സംസാരിച്ചത്. വളരെയധികം നന്ദി.